പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ 100ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. ഗാന്ധി പാർക്കിൽ നടന്ന പൊതുസമ്മേളനം CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. KV ബാബു അധ്യക്ഷനായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അജിത് കൊളാടി, ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ, V. ബാലൻ, M. രാമകൃഷ്ണൻ, KR ചന്ദ്രകാന്ത്, KV പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. കോവിഡ് കാലത്ത് ഇന്ത്യയിൽ വന്ന വേറൊരു മാനമായിരുന്നു ദേശീയ വിദ്യാഭ്യാസ എന്ന് പറയുന്നത്. നമ്മളെല്ലാം കോവിഡിനെ പേടിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കാലത്ത് വന്ന ഒരു രേഖയാണ്. അത് സംബന്ധിച്ചിട്ട് ഉള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതിന്റെ ഭാഗമായിരിക്കുന്ന PFCയെ കുറിച്ചൊക്കെ വന്നിരിക്കുന്നതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രത്യേകമായ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും ഇനിയില്ല. അങ്ങനെയെല്ലാം ചർച്ച ചെയ്ത, അങ്ങനെയെല്ലാം നയപരമായ കാര്യങ്ങൾ കൊണ്ട് മാറ്റിവെച്ച ഒരു കാര്യം അസാധാരണമായ തുടക്കത്തിൽ ഒപ്പിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സാമാന്യമായ മര്യാദകളുടെ ലംഘനമാണ് എന്ന് പറയുന്നതിന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ ആലോചിക്കേണ്ട കാര്യമില്ല. അത് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത്. ആ കാര്യം സ്വീകാര്യമാണോ എന്ന് ചോദിച്ചാൽ സ്വീകാര്യമല്ല. അത് സാധാരണഗതിയിൽ ഏതൊക്കെ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന സംവാദമാണ്. ചില സുഹൃത്തുക്കളെങ്കിലും ചോദിക്കും, പല തെരഞ്ഞെടുപ്പൊക്കെ എടുത്തിരിക്കില്ല. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ഇവരെല്ലാം രേഖകളുണ്ടല്ലോ. ഒരു സുപ്രഭാതത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ചില കാര്യങ്ങൾ പറയുന്നു. അദ്ദേഹം അത് പറയുമ്പോ അദ്ദേഹം നടത്തുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായതുകൊണ്ട് ബന്ധപ്പെട്ട ഒരു മന്ത്രിയും വിരോധിച്ചോ പറയുന്നത് അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നു. പിന്നെ ആ സംവാദം തുടങ്ങുമ്പോ നമ്മൾ നമ്മുടേതായ അഭിപ്രായ പഠനങ്ങൾ നടത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, നടക്കട്ടെ. അവരിടയിൽ പോയി ഈ വാർത്ത വരുമ്പോ അത് ഇന്ന് പലരും ചോദിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപമാനിതായല്ലോ. ഞങ്ങളൊന്നും ഒരിക്കലും CPI അപമാനിതാകുന്ന പ്രശ്നമാണ്.
ഞാൻ ഈ കൂടിയിരിക്കുന്ന ഇത്രയും ആളുകളുടെ ഒരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഈ മനുഷ്യനോട് ഏറ്റവും മോശപ്പെട്ട കുറെ വാക്കുകൾ വിളിച്ചു കൊടുക്കുന്ന ആ ആൾക്കാരോട് അവമാനിച്ചു വേണം പറയാൻ. എന്റെ നാടാണല്ലോ, എന്റെ നാവിൽ നിന്ന് എന്ത് ചെയ്യണം എന്നൊക്കെ പറയാൻ ഞാനുള്ള തീരുമാനിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഭ്രാന്ത് വിളിച്ചു പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട അസഭ്യങ്ങൾ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ അവമാനിക്കപ്പെട്ടു എന്നാണ്. വൈകുന്നേരം മുഴുവൻ പോയിട്ട് സന്തോഷം തെളിവുന്നില്ലെന്നാണോ പറയുക? അല്ലല്ലോ. അവർ പറഞ്ഞത് ആരുടെ കുഴപ്പമാണ്? കേൾക്കുന്നത് നിങ്ങളുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമാണ്, പറയുന്നതാണ് കുഴപ്പമാണ്. അതേപോലെ ഒഴിവാക്കാൻ കഴിയുമായിരുന്ന ഒരു മര്യാദ ലംഘനങ്ങൾ ആണ് നടന്നത് എന്ന കാര്യത്തിൽ സംശയം. അപ്പൊ അത് പരിശോധിക്കപ്പെടണം. അത് പരിശോധിക്കപ്പെടണമെന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാടിന്റെ ഫലമായിട്ടാണ്, രാഷ്ട്രീയമായ നയസമീപനത്തിന്റെ ഫലമായിട്ടാണ്. ആ സമീപനം എന്ന് പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങൾ മാത്രം എടുത്തിരിക്കുന്ന നിലപാടല്ല. എനിക്ക് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ തരാൻ സാധിക്കും. നമ്മൾ നിങ്ങളുടെ ഫോണിലൂടെ സമാധാനത്തിൽ പോയി ഒരു അരമണിക്കൂർ കൂടെ ചെയ്യാൻ സാധിക്കും. 2023 അല്ലെങ്കിൽ 6 മാസം മുമ്പ് വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം നടന്നപ്പോൾ അവരകത്ത് ഉൾപ്പെടെ ഉണ്ടായിരുന്ന നിലപാടുകൾ എന്ന് പറയും. അതങ്ങനെ പൊതുജനങ്ങളെ മാറി പോയിരുന്നു. ഗവൺമെന്റിനെ കുഴപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സംശയം. ഞാൻ ആ ചരിത്രത്തിലേക്ക് ഒന്നും പോകുന്നില്ല. സംഘപരിവാരകാലത്ത് നടപ്പാക്കണം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന കുറെ പ്രമാണമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് തിരുവനന്തപുരത്തുണ്ട് എന്ന കാര്യത്തിൽ അത് ഇവിടെ പറയുന്നത് എനിക്കൊരു സംശയവും ഒരു വഴിയുമില്ല. അവരുടെ എല്ലാം ഉൾപ്പെടെ സ്വാധീനത്തിൽ വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയമായി വലിയ ഉത്തരവാദിത്വം കാണിക്കേണ്ട ഒരു ഗവൺമെന്റ് പോലും ഞാൻ പറയില്ല ഒരു വകുപ്പ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരത് തിരുത്തണം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ വളരെ CPM തർക്കമാണ് വിശദീകരിക്കാനുള്ള ആരാധമാണ്. അങ്ങനെയല്ല. CPM മഹാഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ് എനിക്ക് പറയാൻ സാധിക്കും. കേരളത്തിന്റെ പൊതുഭരണപക്ഷത്തിന്റെ സമീപനം എന്താണ്, അവരുടെ മനസ്സെന്താണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ തിരുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോ അവരാണ് പരസ്യമായിട്ട് പറയുന്നത്. അത് പരസ്യമായിട്ട് പറയുന്നത് ആഗ്രഹിച്ചല്ല. പക്ഷെ അവിടെ മാത്രം നടന്ന ചർച്ച അവരുടെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചു. മന്ത്രിസഭാ യോഗത്തിൽ മാറ്റിവെച്ചപ്പോൾ എവിടേക്ക് പുതിയത് പ്രസംഗിച്ചു. എന്തോരം പുതിയപ്പെടുന്നതിൽ എവിടെയും ഇങ്ങനെ ചർച്ച ചെയ്തില്ല. പക്ഷെ അത് പരസ്യമായി ഇപ്പൊ പുറത്തേക്ക് ഒരു സ്ഥിതി ഉണ്ടായി. മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകും. അത് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം രേഖപ്പെടുത്തുന്നു. ആ പ്രതികരണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടാണ്, കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് ഒറ്റക്കെട്ടാണ്. അപ്പൊ ആ വകുപ്പ് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ പരിശ്രമങ്ങളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏർപ്പെട്ടിരിക്കുന്നത്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതല്ല. അപ്പൊ പല വകുപ്പുകളും പല കാര്യങ്ങളും ഉൾപ്പെടും. അപ്പൊ എല്ലാം അങ്ങനെ ചർച്ച ചെയ്യുന്നതല്ല. പക്ഷെ ഈ നിലപാട് തിരുത്തുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. അപ്പുറത്ത് കളിക്കാവിള മുതൽ അങ്ങോട്ട് സ്റ്റാലിൻ മുതലുള്ള ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളുടെ സമീപനത്തിന് കരുത്തു പകരുന്ന ഒന്നാണ്. ഇന്ത്യയിലെ വിവരങ്ങളായ സംസ്ഥാനങ്ങളിൽ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളിൽ പോരടിക്കുന്ന നൂറുകണക്കായ കമ്മ്യൂണിസ്റ്റുകാർക്ക് കരുത്തു പകരുന്ന ഒന്നാണ്. കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഇവിടെ തെറ്റായ ഒരു കാര്യം പഠിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തലമുറയെ വഴിതിരിക്കുന്നതിനുള്ള ഒരു സമരത്തിന്റെ ഭാഗം. ആ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിപ്പിടിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു. അവരെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളില്ല എന്നാണ് എനിക്ക് സാമാന്യനെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ഇനിയും ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.